കേരള രാഷ്ട്രീയം നിലമ്പൂർ ദിനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി. DCC പ്രസിഡന്റ് VS ജോയിക്ക് അതൃപ്തി എന്നാണ് റിപ്പോർട്ടുകൾ. എറണാകുളത്ത് നടന്ന KPCC നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ തർക്കമുണ്ടായി. ഷൗക്കത്തിന് പ്രാദേശിക വികാരം എതിരാണ് എന്ന് മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ ചൂണ്ടിക്കാട്ടി. ഷൗക്കത്തിനെയും ജോയിയെയും മാറ്റി ഒരാളെ നിയോഗിക്കണമെന്ന അഭിപ്രായം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മുന്നോട്ട് വെച്ചു. നേരത്തെ PV അൻവറും ഷൗക്കത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അൻവറിന് വഴങ്ങേണ്ട എന്ന നിലയ്ക്കാണ് ഒടുവിൽ തീരുമാനമുണ്ടായതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ അൻവറിന് രാഷ്ട്രീയ സംരക്ഷണം വാഗ്ദാനം ചെയ്തു എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. പക്ഷേ പ്രശ്നങ്ങളോടെയാണ് UDF സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായത് എന്നതാണ് ഇപ്പോഴുള്ള സൂചനകൾ. ഇന്ന് നമ്മൾ ഈ പ്രശ്നമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. അതിഥികൾ: CPIM-ന് വേണ്ടി ജെയ്ക് C തോമസ്, കോൺഗ്രസിന് വേണ്ടി റോണി K ബേബി, BJP-ക്ക് വേണ്ടി S നന്ദു. നിരീക്ഷകൻ ഡോക്ടർ പ്രേംകുമാർ. പ്രേംകുമാർ, സാധാരണ ഒരു രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ നിരീക്ഷകനിൽ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പൊക്കെ ജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ വേദിയും അവസരവും ഒക്കെ ആയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുന്നു എന്ന മട്ടിലെത്തുന്ന ഒരു നിരീക്ഷകൻ നിലമ്പൂരിൽ ആരോഗ്യകരമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും എന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എല്ലാ രാഷ്ട്രീയ ചേരികളും അവരവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കലവറയില്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നു. ജനങ്ങൾ അതേക്കുറിച്ച് ശാന്തരായി വിശകലനം ചെയ്യുന്നു, ശാന്തമായി വോട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെ നിലമ്പൂർ പോകുമോ? നമുക്കങ്ങനെ ആഗ്രഹിച്ചുകൂടെ? അതിനുവേണ്ടി ഉള്ള സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതില്ലേ? ഡോക്ടർ പ്രേംകുമാർ, താങ്കൾ എന്ത് പറയുന്നു? നിലമ്പൂർ ഇലക്ഷനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച നിരീക്ഷകനിൽ നിന്നോ സഹയാത്രികനിൽ നിന്നോ തുടങ്ങുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ ഈ കാണുന്ന ബഹളങ്ങളെല്ലാം തുടങ്ങി വെച്ചതും ഒരു സഹയാത്രികനായിരുന്നു എന്നുള്ളത് കൊണ്ട്. പക്ഷെ സഹയാത്രികർക്കായിരുന്നാലും നിരീക്ഷകർക്കായിരുന്നാലും സാധാരണ മനുഷ്യർക്കായിരുന്നാലും ഒരു സാധാരണ വോട്ടർക്കായിരുന്നാലും ഉണ്ടാവേണ്ടുന്ന മിനിമം രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയ നൈതികത, വ്യക്തിപരമായ ബോധ്യം ഇതൊന്നുമില്ലാത്ത ഒരു മനുഷ്യന്റെ എന്തൊക്കെയോ വായി തോന്നിയതുപോലെയുള്ള വിളിച്ചു പറയലുകൾ, ഇതാണ് ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ പെരുമഴയത്ത് ഇങ്ങനെ ഒരു ഇലക്ഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് രാവിലെ 9 മണിക്ക് പറയണതല്ല അദ്ദേഹം 10 മണിക്ക് പറയണത്, 10 മണിക്ക് പറയണതല്ല 12 മണിക്ക് പറയണത്, അതല്ല വൈകിട്ട് 4 മണിക്ക് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് സന്ധ്യക്കത്തെ ബൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ PV അൻവർ എന്നുള്ള ex-MLA-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം UDF-ന്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് CPIM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറായ ആളായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹത്തെ തോൽപ്പിക്കേണ്ടത് പിണറായി വിജയനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന LDF-ന്റെ കാൻഡിഡേറ്റിനെയാണ്. ഈ രണ്ടുപേരെയും തോൽപ്പിക്കുക എന്നുള്ളതാണ് അതിവിചിത്രമായ ഒരു കാര്യം. ഇങ്ങനെയുള്ള അതിവിചിത്രമായ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞായറാഴ്ച രാവിലെ ഫോറസ്റ്റ് ഓഫീസ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് DMK-യുടെ പ്രതിനിധിയാവുകയും തവനൂരിൽ ജയിലിൽ പോകുന്ന സമയത്ത് DMK-യുടെ ആളായിട്ട് തവനൂർ ജയിലിലേക്ക് പോവുകയും പിറ്റേസം രാവിലെ UDF-കാരനായിട്ട് പുറത്തിറങ്ങുകയും ചെയ്ത സവിശേഷമായിട്ടുള്ള പ്രതിഭാസമാണ്. അതിനുശേഷം തൃണമൂലാവുകയും എന്തൊക്കെയാണ് ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്നത്, പറഞ്ഞു കൂട്ടുന്നത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ MPC പറഞ്ഞ വൃത്തിയായ ഒരു ഇലക്ഷൻ നടക്കുക, അതായത് UDF-ഉം LDF-ഉം തമ്മിലാണ് കേരളത്തിൽ കൃത്യമായും ഇലക്ഷനും മത്സരങ്ങളും നടക്കുന്നത്. അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുമുണ്ട്. LDF ജയിച്ചാലും UDF ജയിച്ചാലും അതിന്റെ ഭംഗിയുണ്ട്. ആ ഭംഗിയിലേക്ക് നിലമ്പൂരിൽ ഇലക്ഷൻ പോകും എന്ന് ഇപ്പോൾ എനിക്ക് പ്രതീക്ഷ തോന്നുന്നു. കാരണം
PV അൻവർ തന്റെ സാമ്രാജ്യമാണ് എന്ന് വിചാരിച്ച് കൊടുത്ത ഡിക്റ്റത്തുകൾ അല്ലെങ്കിൽ ഫത്വകൾ ധൈര്യപൂർവ്വം മനോഹരമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു കോൺഗ്രസ്. അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിനോട് LDF-നും CPM-നും ഒക്കെ രാഷ്ട്രീയമായി വിയോജിപ്പുകൾ ഉണ്ടാവാം. പക്ഷേ അത് വിയോജിപ്പ് മാത്രമാണ്, ഭീകരമായ ശത്രുതയോ വൃത്തികേടുകൾ പറയലോ അല്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിനുള്ള കളം ഒരുങ്ങിയിട്ടുണ്ട് അവിടെ. LDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നെങ്കിൽ LDF-ന്റെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു വൃത്തിയുള്ള മത്സരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതിൽ കേരളത്തിലെ UDF എടുത്തിട്ടുള്ള ഒരു തീരുമാനം നിർണായകമായിരുന്നു. അതിന് അവരെ അഭിനന്ദിക്കാതെ വയ്യ. കാരണം ഒരു പാർട്ടിയുടെ, ഒരു മുന്നണിയുടെ കാൻഡിഡേറ്റിനെ തീരുമാനിക്കാനുള്ള മിനിമം അവകാശം, സ്വാതന്ത്ര്യം ആ പാർട്ടിക്ക് ഉണ്ടാവണം, ആ മുന്നണിക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം ഇത്തവണ UDF-ഉം കോൺഗ്രസും നിലമ്പൂരിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരങ്ങ് ജയിക്കുമോ, പ്രേംകുമാർ വരാം, രാഷ്ട്രീയ സമരത്തിന്റെ റോണി കെ ബേബി, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇന്ന് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. താങ്കൾക്ക്, താങ്കളുടെ രാഷ്ട്രീയ ചേരിക്ക്, രാഷ്ട്രീയ കക്ഷിക്ക് അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ റോണി, വളരെ നെഗറ്റീവായ വാർത്തകൾ അതിൻ്റെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് വാർത്തകളുടെ ഒരു പ്രവാഹമാണ്. ഒറ്റ പേരാണ് നിർദ്ദേശിച്ചത്, ഒറ്റ പേര് തന്നെ ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും ചെയ്തു എന്നിടത്താണ് അതിൻ്റെ ഒരു പോസിറ്റീവായ വശമുള്ളത്. ആ നിർണയ യോഗത്തിൽ, സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ എതിർപ്പുകൾ ഉയർന്നു എന്നാണ് വാർത്തകൾ. മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ പറയുന്നു, പ്രാദേശിക എതിർപ്പുകൾ ഒരുപാടുള്ള സ്ഥാനാർത്ഥിയാണ്, നമുക്ക് മറ്റൊന്ന് ചിന്തിക്കണം എന്ന് പറയുന്നു. അവിടെ മുതൽ എതിർപ്പുകൾ തുടങ്ങുന്നു. അതിനെയൊക്കെ ഒരു സമവായത്തിലെത്തിച്ച് ഒറ്റ പേര് നിർദ്ദേശിക്കുന്നു. താങ്കൾ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് എന്തു പറയുന്നു? ഒപ്പം തന്നെ സമാന്തരമായി വരുന്ന ഈ എതിർവാർത്തകളെക്കുറിച്ച് എന്തു പറയുന്നു? റോണി, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തില് ഉണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ അത് ഇങ്ങനെയൊക്കെയാണ് എന്ന് കൈരളി എങ്ങനെയാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാ ചാനലുകളിലും വരുന്നുണ്ട്, എല്ലാ ചാനലുകളെയും കൂടി താങ്കൾക്ക് തള്ളി പറയാം. ഞാനും ചാനലുകളൊക്കെ വാർത്തകളൊക്കെ കേട്ടിട്ടാണ് ഞാനും പിന്നെ ഈ ചർച്ചയ്ക്ക് വരുന്നത്. ഏതൊക്കെയാലും ഒരു നേതാവ് ഒരാളെ നിർദ്ദേശിക്കുകയും ബാക്കിയുള്ളവരെല്ലാം അതിനെ പഞ്ചപുച്ഛ വടക്കി അനുസരിക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യമല്ല കോൺഗ്രസിലുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ജയസാധ്യത മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അതാണ് അതിനുവേണ്ടിയിട്ടാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് സമിതി എന്ന് പറയുന്നത്. അത് പാർട്ടിയുടെ ഔദ്യോഗിക ഫോറമാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സമിതി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. അവിടെ കൃത്യമായി തന്നെ അതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് ഏറ്റവും വിജയ സാധ്യത നോക്കി സ്ഥാനാർത്ഥിയെ ഏകകണ്ഠമായി ഒറ്റരാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയത്. കാരണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 3 പേര് ഹൈക്കമാൻഡിലേക്ക് വിടാമായിരുന്നു, അല്ലെങ്കിൽ AICC-ലേക്ക് വിടാമായിരുന്നു. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് മുതൽ കഴിഞ്ഞ നമുക്കറിയാം 4-5 വർഷമായി കേരളത്തിലെ കോൺഗ്രസ് പിന്തുടരുന്ന ഒരു പാരമ്പര്യമാണ്, ഞങ്ങളുടെ ഒരു ചരിത്രം അങ്ങനെയാണ്. ഇത് 4ാമത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃക്കാക്കര കഴിഞ്ഞു, അതുപോലെ തന്നെ പുതുപ്പള്ളി കഴിഞ്ഞു, പാലക്കാട് കഴിഞ്ഞു, പിന്നെ ആലത്തൂർ കഴിഞ്ഞു. ഇത് 5ാമത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഈ 5 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഒരൊറ്റ സ്ഥാനാർത്ഥിയെ ഇവിടുന്ന് ഔദ്യോഗികമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അത് ഇപ്പോൾ AICC അത് അംഗീകരിച്ച് നൽകിയിരിക്കുകയാണ്. ഓരോ അഭിപ്രായ വ്യത്യാസവും കോൺഗ്രസിനകത്തുമില്ല, UDF-നകത്തുമില്ല. UDF-ലെ എല്ലാ കക്ഷികളുമായി ചർച്ച ചെയ്ത് തന്നെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. ഒരു അപശബ്ദവും ഒരു എതിർ ശബ്ദവും ഒരു വിഭിന്നമായിട്ടുള്ള ഒരു അഭിപ്രായവും ഇപ്പോൾ നിങ്ങൾ പറയുന്നത് VS ജോയി ഇപ്പോൾ അങ്ങ് പരിശോധിക്കുക. അദ്ദേഹം കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിന് നിരുപാധികമായി എല്ലാ പിന്തുണയും, ഒരു DCC പ്രസിഡന്റ് എങ്ങനെയാണോ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിച്ച്, കാരണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കാണ് അതിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനം ചലിപ്പിക്കുക എന്ന പൂർണ്ണ ഉത്തരവാദിത്തം 100% ആത്മാർത്ഥമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ VS ജോയി അത് സ്വാഗതം ചെയ്ത് മുഴുവൻ പിന്തുണയും പ്രഖ്യാപിച്ച് ഒട്ടായി UDF തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. മറ്റ് ഒരു തരത്തിലുള്ള അപശബ്ദങ്ങളും പാർട്ടിയിലുമില്ല, മുന്നണിയിലുമില്ല. റോണി കെ ബേബി, ഞാൻ തിരിച്ചു വരാം. ജെയ്സി തോമസ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കൾ കേരളത്തിന് പുറത്താണ്, പക്ഷേ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നു. റോണി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും, അഭിമാനത്തോടു കൂടി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും,
ഏകകണ്ഠമായാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വാർത്താലേഖകർക്ക് മുമ്പിൽ പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. ഏകപക്ഷീയമായിട്ട് കൈരളി ഒറ്റയ്ക്ക് കൊടുത്തതല്ല, പൊതുവെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. VS ജോയിക്ക് അതിർത്തി എന്ന് റിപ്പോർട്ടുണ്ട്. തീരുമാനം തർക്കത്തിന് ശേഷം തന്നെയാണ്, ഒരു സമവായത്തിൽ എത്തിയതാണ് എന്ന തീരുമാനമുണ്ട്. ഷൗക്കത്തിനോട് പ്രാദേശിക എതിർപ്പുകൾ വളരെ വല്ലാത്ത തോതിൽ ഉണ്ട് എന്ന് കെ സുധാകരൻ ആ യോഗത്തിൽ പറഞ്ഞു എന്നാണ് വാർത്ത. ഒപ്പം തന്നെ മൂന്നാമതൊരാളെ, ഷൗക്കത്തോ VS ജോയിയോ അല്ലാതെ മൂന്നാമതൊരാളെ പരിഗണിക്കേണ്ടതുണ്ട്, അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്ന് സണ്ണി ജോസഫ് തന്നെ പറഞ്ഞു എന്ന് വാർത്തയുണ്ട്. അതുപോലെ തന്നെ MM ഹസനും KC ജോസഫും ഒക്കെ ഷൗക്കത്തിനെ എതിർത്തു എന്ന വാർത്തകളുമുണ്ട്. അതെല്ലാം ആത്മവിശ്വാസം ഉള്ള പ്രസ്താവന കൊണ്ട് അദ്ദേഹം നിരാകരിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ പ്രതിനിധി അങ്ങനെ ചെയ്യും. താങ്കൾ എന്തു പറയുന്നു? ഇത് കോൺഗ്രസിൻ്റെ ശക്തി പ്രകടനമാണോ അതോ കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങൾ ഇരിക്കെ തന്നെ ഉള്ള ഒരു പ്രകടനമാണോ? ജയിക്കേ? തീർച്ചയായിട്ടും. അതായത് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തിരിക്കുന്നു, ആത്യന്തികമായി UDF ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ആ രാഷ്ട്രീയ തീരുമാനത്തെ സംബന്ധിച്ച് അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ UDF-നെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും സാധാരണഗതിയിൽ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യാറുള്ള വാർത്ത ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന വാർത്തകൾ പോലെയല്ല എന്നുള്ളത് മാധ്യമ പ്രവർത്തകർക്കും അല്പകാര്യ ഗൗരവത്തോടുകൂടെ ഇത്തരം വിഷയങ്ങൾ നോക്കിക്കാണുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. പക്ഷെ എന്തായാലും മാധ്യമങ്ങൾ തർക്കങ്ങളെയും വിതർക്കങ്ങളെയും സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ അങ്ങേയറ്റം അജാന്തര വ്യത്യാസമുള്ള സാജാത്യ വൈജാത്യങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള വാർത്തകൾ സംഭവിക്കുന്നു. അപ്പോൾ എന്തായാലും കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് പ്രതികരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എന്തായാലും മുഖ്യമന്ത്രി പണം കൊടുത്ത് വശീകരിച്ച മാധ്യമങ്ങളുടെ കുതന്ത്രമാണ് എന്ന് പ്രതിപക്ഷ നേതാവിനെ അനുസ്മരിപ്പിക്കും വിധം പറഞ്ഞില്ല എന്നുള്ളത് ഒരു ആശ്വാസ്തികരമാണ്. ഇരിക്കട്ടെ. പക്ഷേ നമ്മൾ കാണേണ്ടത് നിലമ്പൂർ ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, അല്പ മണിക്കൂറുകൾക്ക് പുറകിൽ പ്രതിപക്ഷ നേതാവിൻ്റെതായി പുറത്തു വന്ന വാർത്താ ദൃശ്യങ്ങളിൽ ഒന്ന് അദ്ദേഹം പറയുന്നു, പാലക്കാട്ടെ ഒരു ഗതികേട് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഉണ്ടാകാമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞാൻ ഓർമ്മിക്കുന്നു, യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ മുൻ MLA സംബന്ധിച്ച് ആമുഖമായി സംസാരിച്ച ശ്രീ പ്രേംകുമാർ ഇവിടെ പറയുകയുണ്ടായി, നിലമ്പൂരിലെ മുൻ MLA നാണിപ്പിക്കുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ അതിനോട് കടപിടിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു കേരളത്തിന്റെ മുൻ ഗവർണർ. ഈ രണ്ടുപേരോടും രാഷ്ട്രീയമായി കടപിടിക്കാൻ കഴിയുന്ന ഒരാളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് ആകെ ബഹുമാനിയനായ കോൺഗ്രസിന്റെ പ്രതിനിധി നമ്മളോട് വിശദീകരിച്ചു. ആ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രതികരണം അന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയിരുന്നത്, തെരഞ്ഞെടുപ്പ് മത്സരം നടക്കുന്നത് ചേലക്കരയിലാണ്, പാലക്കാടും തൃക്കാക്കരയും പുതുപ്പള്ളിയും ഒക്കെ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളാണ്, അവിടെയൊന്നുമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തുടർച്ചയായി പ്രാതിനിധ്യമുള്ള ചേലക്കര പിടിച്ചെടുക്കുന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ വിജയം, അവിടെയാണ് ഞാൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അവിടെയാണ് എന്റെ പ്രവർത്തന പദം അത്രയും, ചേലക്കര നഷ്ടപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദി ഞാൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപനം നടത്തിയ പ്രതിപക്ഷ നേതാവ് പക്ഷെ ഇപ്പൊ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ചേലക്കര അനന്തരമുള്ള ഒരു ഘട്ടത്തിലും അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, ഇപ്പൊ പ്രത്യേകിച്ചും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, രാഷ്ട്രീയം ഉന്നയിച്ച് ഇവിടെ ആമുഖമായി സംസാരിച്ചതുപോലെ വൃത്തിയുള്ള രാഷ്ട്രീയം, മനുഷ്യ സംബന്ധമായ കാര്യങ്ങൾ, നാട് നേടിയെടുത്ത മുന്നേറ്റങ്ങൾ, നേരിടേണ്ട വന്ന തിരിച്ചടികൾ, മഹാദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും അനുഭവം, അതിനു മുമ്പിൽ കേരളം സ്വീകരിച്ച മനുഷ്യത്വപൂർണമായ പ്രതിരോധം, ഈ കാര്യങ്ങളെയൊക്കെ മനുഷ്യനെ സംബന്ധിക്കുന്ന സർവ്വവിധ കാര്യങ്ങളെയും നമുക്ക് ചർച്ച ചെയ്യാം. ആ ചർച്ച ചെയ്യാനുള്ള ഇടമായിട്ട് നിലമ്പൂരിനെ നമുക്ക് വികസിപ്പിക്കാം. നിലമ്പൂർ വഴി കേരള രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനമായി അല്പനാളുകൾ അത് മാറുമ്പോൾ അതിനെ നമുക്ക് രാഷ്ട്രീയമായും അല്ലാതെയും മുമ്പോട്ടേക്ക് പോകാനുള്ള അവസരമായി നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താണ്? ആ ചർച്ചയ്ക്ക് മുമ്പിൽ എവിടെയാണ് കേരളത്തിലെ UDF ഒളിച്ചോടുന്നത് എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ 48 മണിക്കൂറുകൾക്ക് പുറകിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയിൽ തന്നെ അഭിമാനകരമായ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ 9ാം വർഷത്തെ അവതരണം നടത്തി. ആ അവതരണത്തോട് ഒരു വാക്കുകൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ, ഒരു പ്രതിപക്ഷത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞോ? ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു ഗവൺമെന്റ് അവതരിപ്പിച്ചാൽ അത് ആരുടേതുമാകട്ടെ, ഇടതുപക്ഷമോ ഇടതുപക്ഷ വിരുദ്ധ ചേരിയിലുള്ളതാകട്ടെ, ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിങ്ങൾ ചെയ്തതത്ര ചെയ്യാത്തതത്രേ, നിങ്ങൾ പറഞ്ഞതിൽ തെറ്റത്ര ശരിയത്രേ, നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ എന്തൊക്കെ, നിങ്ങൾ ചെയ്തു വെച്ചത് എന്തൊക്കെ, ഇതിനെ സംബന്ധിച്ച് അർത്ഥസമ്പൂർണമായ ഒരു അപഗ്രഥനവും വിശകലനവുമായിരുന്നല്ലോ ഉണ്ടാകേണ്ടിയിരുന്നത്. ഏതെങ്കിലും ഒരു കാരണവശാൽ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ എടുത്തു വെച്ച് നിങ്ങൾ കേരളത്തോട് ഇങ്ങനെ വഞ്ചന കാണിച്ചിരിക്കുന്നു,
നിങ്ങൾ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ നിലമ്പൂരിനോട് ഇങ്ങനെ വഞ്ചന കാണിച്ചിരിക്കുന്നു, ഇതുണ്ടാകാൻ പാടുള്ളതായിരുന്നില്ല എന്ന് വസ്തുതകളെ മുൻനിർത്തി അർത്ഥപൂർണമായ ഒരു ചോദ്യവും ഒരു സംവാദവും ഉയർത്താൻ ഇതേവരെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് അവതാരകൻ ചൂണ്ടിക്കാണിച്ച ചോദ്യത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യത്തിലേക്ക് മടങ്ങി വരേണ്ടി വരുന്നത്. അവിടെയാണ് അവിടെ ഒരു ചോദ്യം പോലും ഭരണപക്ഷത്തിന് നേരെ ഉതിർക്കാൻ കഴിയാത്ത വിധം അപ്രസക്തരായി അശക്തരായി തമ്മിൽ തല്ലുകൊണ്ട് തകർന്നടിയപ്പെട്ട മറ്റൊരു സംഘമായി കേരളത്തിലെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവിടെയാണ് പണം വിടർത്തി നമ്മളെ തുറച്ചു നോക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ആമുഖമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ വൃത്തിയുള്ള രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളുടെ ജീവിതഗന്ധിയായ പ്രശ്നങ്ങളും അതിനോടുള്ള ബദൽ അനുഭവങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സംവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി ഏറ്റുമുട്ടാം. നിലമ്പൂരിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ അനുഭവം, കേരളത്തിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ അനുഭവം, ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളം ഉയർത്തിപ്പിടിച്ച വിജയകരമായ ബദൽ അനുഭവങ്ങൾ, ഇതിനെയൊക്കെ മുൻനിർത്തി നമുക്ക് വാശിയോടെ വീറോടെ ചോദ്യങ്ങൾ ഉന്നയിക്കാം. ജനങ്ങളുടെ രാഷ്ട്രീയ വേദിക്ക് മുമ്പിൽ കരുത്തുറ്റ ചങ്കുറപ്പോടുകൂടെ രാഷ്ട്രീയമായി തന്നെ നമുക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ, മറുപടികൾ തേടാം. അതാവട്ടെ നിലമ്പൂരിൽ സംഭവിക്കേണ്ടത്. ജയിക്ക് ഞാൻ തിരിച്ചു വരാം. റോണി, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. BJPയുടെ പ്രതിനിധിയിലേക്ക് വരാം. ഇപ്പോൾ ഈ ഒരു ഖണ്ഡം ഒന്ന് പൂർത്തിയാക്കട്ടെ. റോണി, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി താങ്കൾ പറഞ്ഞു അവിടെ പ്രശ്നങ്ങൾ ഇല്ല, ഒറ്റക്കെട്ടായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്, സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന്. പക്ഷേ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാനൊരു കാര്യം, അവിടുത്തെ മുൻ DCC പ്രസിഡൻ്റായിരുന്ന പ്രകാശിനെ നമ്മളെല്ലാവരും അറിയും, VV പ്രകാശിനെ. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ മകൾ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ നന്ദന ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അച്ഛൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല, ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന്. ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛൻ്റെ പച്ച പിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂർക്കാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട്. അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും. അത് ഇൻവേർട്ടഡ് കോമയിലാണ്. അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും. ആ ഓർമ്മകൾ മാത്രം മതി എൻ്റെ അച്ഛന് മരണം ഇല്ലെന്ന് തെളിയിക്കാൻ. മകൾ മരിച്ചുപോയ അച്ഛനെ അനുസ്മരിക്കും. അദ്ദേഹത്തിൻ്റെ ചരമദിനം ഏപ്രിൽ 29 ഇന്ന് ഏപ്രിൽ 29 ഇന്ന് അനുസ്മരിക്കേണ്ടി വന്നിരിക്കുന്നു. അത് 7 മണിക്കൂർ മുമ്പാണ് അതിട്ടിരിക്കുന്നത്. ഏതാണ്ടൊക്കെ എവിടെയോ തീരുമാനിക്കുന്ന സമയത്ത് അച്ഛനെ ഓർത്ത് ഒരു മകൾ ഇങ്ങനെ ഇടുന്ന ഒരു സ്ഥിതി അവിടെ നിലനിൽക്കുന്നുണ്ട്. റോണി, കമൻ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് നന്ദനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചതാണ്. വളരെ വൈകാരികമായി ഒരു അച്ഛന്റെ കുറിച്ചുള്ള ഒരു മകളുടെ ഒരു ഓർമ്മക്കുറിപ്പ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, കാരണം നിലമ്പൂരിലെ ഓരോ മണൽത്തരിയിലും അത്രമാത്രം ആവേശം പടർന്ന കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി ഉയർത്തിപ്പിടിച്ച ഒരു മതേതരവാദിയായിട്ടുള്ള നേതാവായിരുന്നു VV പ്രകാശ്. ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനമുണ്ട്. ആദർശത്തിന്റെയും ആത്മാർത്ഥതയുടെയും ഒക്കെ ആൾരൂപമായിരുന്നു. തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, അതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ്, 2700ഓളം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. തീർച്ചയായിട്ടും ആ ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും വരുമ്പോൾ പ്രകാശിന്റെ ഒരു അഭാവം, അദ്ദേഹം അവിടെ ഇല്ലാത്തത് തീർച്ചയായിട്ടും അതൊരു ഓരോ കോൺഗ്രസ് പ്രവർത്തനവും ഒരു വലിയ വേദനയാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മകൾ അച്ഛനെ ഓർത്തു. ഞങ്ങൾ കോൺഗ്രസ്സുകാരെല്ലാം ഞങ്ങൾ VV പ്രകാശിനെ ഞങ്ങൾ അനുസ്മരിക്കുന്നു, ഓർക്കുന്നു. അപ്പോൾ മകള് വളരെ ഒരു വൈകാരികമായി ആ ഒരു പോസ്റ്റ്, അതിന്റെ അകത്ത് നമ്മൾ മറ്റൊരു രാഷ്ട്രീയവും കാണേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു കോൺഗ്രസ് വികാരം, അല്ലെങ്കിൽ ആ ഒരു വികാരം. കാരണം ഒരു അച്ഛനില്ലാതെ പോകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ വരാൻ പോകുന്നു. അപ്പോൾ ആ ഒരു വികാരത്തോടെ ഒരു മകൾ പ്രകടിപ്പിച്ച ഒരു വികാരം മാത്രമായിട്ടാണ് ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അകത്ത് മറ്റൊരു രാഷ്ട്രീയ മാനവും ഞങ്ങൾ കാണുന്നില്ല. റോണി, അങ്ങനെയല്ല സത്യത്തിൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ, അങ്ങനെയല്ല പൊതുജനം അത് വായിക്കുന്നത്, അങ്ങനെയല്ല നിലമ്പൂരിൽ നിന്നുള്ള സൂചനകൾ, അങ്ങനെയല്ല മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകർ കരുതുന്നത്.
ഇദ്ദേഹം അറിയാലോ, കാരണം ഇദ്ദേഹം ഒരു ഞാൻ പോസ്റ്റ് താങ്കളോടല്ല ഞാനിപ്പോൾ ചോദിക്കുന്നത്, അങ്ങനെയല്ല കരുതുന്നത്. ഞാൻ താങ്കളുടെ എതിർഭാഗത്തിരിക്കുന്ന ജയിക്കിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അങ്ങനെയല്ല അവിടുത്തെ മാധ്യമപ്രവർത്തകരും കരുതുന്നത്. അവരെല്ലാം കരുതുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിസ്സാര വോട്ടുകൾക്ക് ഇദ്ദേഹം പരാജയപ്പെടാൻ ഉണ്ടായ കാരണം, പ്രകാശ് പരാജയപ്പെടാൻ ഉണ്ടായ കാരണം ആര്യാടൻ ഷൗക്കത്തിൻ്റെ നിസ്സഹകരണമാണ്. അദ്ദേഹം ആര്യാടൻ്റെ പിൻഗാമിയായി രാഷ്ട്രീയത്തിലേക്ക് വരികയും മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ട് വീണ്ടും ഒരു തവണ കൂടി ആഗ്രഹിച്ചിരുന്നു. അതുണ്ടാവാത്തതിൻ്റെ നിസ്സഹകരണമാണ് പ്രകാശിൻ്റെ എന്താ പറയുക പരാജയത്തിൽ കലാശിച്ചത് എന്നൊരു വികാരം അവിടെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, പ്രകാശിൻ്റെ കുടുംബവും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തെ വൈകാരികമായി ഇപ്പോഴും താങ്കൾ പറഞ്ഞതുപോലെ ഒരു പ്രതീകം എന്നോണം കൊണ്ടു നടക്കുന്നവരും അവിടെ ഒരു തീരുമാനം എടുത്തിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകരുത്, മറ്റൊരു സ്ഥാനാർത്ഥിയെ തന്നാൽ പിന്തുണയ്ക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ വികാരത്തിൻ്റെ പ്രകടനമായി ഈ പോസ്റ്റിനെ വായിക്കുന്നവരുണ്ട്. ജയിക്ക് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാം. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ അവസാന വാചകം ഞാൻ സ്വീകരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും ഒരു സങ്കുചിതമായ രാഷ്ട്രീയമാനം കാണേണ്ടതില്ല, നമ്മൾ ആരും കാണുന്നില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ പ്രതികരണം. ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ പിതാവ് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പ്രതികരണമായിട്ട് നമ്മൾ അതിനെ കാണണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞാൻ സത്യസന്ധമായും ആഗ്രഹിക്കുന്നു, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പതാകകൾ നിറഭേദങ്ങൾ ഏതുമാകട്ടെ, അത് കോൺഗ്രസോ CPI-എമ്മോ ഇടതുപക്ഷമോ ഇടതുപക്ഷ വിരുദ്ധമോ ഏതുമാവട്ടെ, ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി തങ്ങൾക്കുള്ള ഒരു വിയോജിപ്പ് മാന്യമായ നിലയിൽ പരിമിതികളോടുകൂടെയെങ്കിലും ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ആ പറച്ചിലിന്റെ അന്തസ്സത്തെ, അതിന്റെ ജനാധിപത്യപരമായ ഒരു മര്യാദയെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുകയല്ലേ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം പറയുന്നു, തെരഞ്ഞെടുപ്പിൽ എത്രയോ വില കുറഞ്ഞൊരു വാദമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നാം, തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ ഒരു മകൾ ഒരച്ഛനെ അനുസ്മരിച്ചതാണ്. ഇതേ നിയോജക മണ്ഡലം ഉൾക്കൊള്ളുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണല്ലോ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മുൻ മണ്ഡലവും അദ്ദേഹത്തിന്റെ സഹോദരി ഇപ്പൊ പ്രതിദാനം ചെയ്യുന്നതും. ആ പാർലമെന്റ് മണ്ഡലത്തിലെ DCCയുടെ ട്രഷറർ തനിയാവർത്തന സിനിമ നിർബന്ധമായും നമ്മളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടല്ലോ അല്ലേ? ഭക്ഷണത്തിനുള്ളിൽ വിഷം കലർത്തി മകന് കൊടുക്കേണ്ട വരുന്ന ഒരു അന്തരീക്ഷത്തെ നമുക്ക് ഈ സമീപത്ത് ഓർമ്മിപ്പിച്ചത് അദ്ദേഹമാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, DCCയുടെ നേതൃത്വമായിരുന്നു, ഒരു ജില്ലയിലെ കോൺഗ്രസിനെ നയിച്ചിരുന്ന നേതൃത്വത്തിന്റെ പ്രതീകമായിരുന്നു ND അപ്പച്ചൻ. രണ്ടു മക്കളും കോൺഗ്രസിന്റെ എല്ലാ വേദികളിലും ഇപ്പൊ കയറിയിറങ്ങി നടക്കുന്നുണ്ട്. എന്താണ് കോൺഗ്രസ് നേതാവ് അപ്പൊ പ്രതികരിക്കുക? അവരുടെ അച്ഛനെ ഓർമ്മിക്കാൻ ഞങ്ങളുടെ വേദിയിൽ ഈ മക്കൾ കയറിയിറങ്ങി നടക്കുന്നതാണ് എന്ന് പറഞ്ഞു കളയോ നിങ്ങൾ? എനിക്കറിയില്ല, അത് സങ്കുചിത രാഷ്ട്രീയമാണോ? നമ്മളുടെ കണ്ണു തുറന്ന് കാണുകയല്ലേ DCCയുടെ പ്രസിഡന്റ്, കേരളത്തിലെ നിയമസഭാ അംഗം, ഇവരൊക്കെ ചേർന്ന് ഒരുക്കിയ കെടിയിൽ വീഴേണ്ട വന്ന കോടികൾ പറ്റിച്ച് കടന്നു കളഞ്ഞ അന്തരീക്ഷത്തിൽ സ്വന്തം മുതൽ വിറ്റ് അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും അന്തസ്സുള്ള കോൺഗ്രസ്സുകാരനാണ്, നമുക്കിപ്പോഴും മരണാനന്തരം തലയുയർത്തിപ്പിടിച്ച് നമ്മൾ ബഹുമാനിക്കേണ്ട കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ കൂടെയുള്ള നേതാക്കന്മാർ, കൂടെ കുടിപിടിച്ച് നടന്ന ആളുകൾ ചതിച്ച് പറ്റിച്ചു കളഞ്ഞിട്ടും തന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയവർക്ക് തന്റെ സ്വത്ത് പണയം വെച്ചും അല്ലാതെയും വിറ്റും പണമുണ്ടാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ മണ്ണിൽ ജീവിക്കാൻ ശ്രമിച്ചത്. ഒടുവിൽ മാനസികാരോഗ്യത്തിന് നേരിയ തകരാറുള്ള മകന് വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട വന്നു. അവരുടെ രണ്ടു മക്കൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഈ വിസ്തൃതരായിട്ടുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ, വയനാട് പാർലമെന്റ് അംഗവും ലോക്സഭാ പ്രതിപക്ഷ നേതാവും അടങ്ങുന്നവർ, അവർ വരുന്ന വേദിയിൽ അനാഥത്വമുള്ളതുപോലെ അവർ കീറിയിറങ്ങി നടക്കുകയാണ്. എന്തായിരിക്കും ഇപ്പോൾ EV പ്രകാശിന്റെ മകളുടെ പ്രതികരണത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇവരെന്തിന് ഈ നിലമ്പൂർ ഉൾക്കൊള്ളുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് വേദികളിൽ കയറിയിറങ്ങി നടക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും കോൺഗ്രസ് നേതാവേ? അവരുടെ അച്ഛന്റെ ഓർമ്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തോടുകൂടെ ഇവർ വരുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഞാൻ പറയുന്നു, രാഷ്ട്രീയം ഏതുമാവട്ടെ, ആ രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യത്വമുള്ളവരായി കൂടെ നമ്മളെല്ലാവരും മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം പ്രതികരണങ്ങളോട് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ആ വിയോജിപ്പുകളോടുകൂടെ ഇത്തരം പ്രതികരണങ്ങളുടെ ഹൃദയത്തെ തൊടാൻ, അതിനെ സ്വീകരിക്കാനുള്ള മര്യാദ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ലഭിച്ച പരിമിതമായ അവസരത്തിൽ കോൺഗ്രസിന്റെ സുഹൃത്തിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ജയിക്ക് ഞാൻ വരാം. ഞാൻ S നന്ദുവിലേക്ക് പോവുകയാണ്. നന്ദു, ഒരുപക്ഷെ BJPക്ക് ആഹ്ലാദമുണ്ടാക്കുന്ന ഒരു പരാമർശം ഇന്ന്
കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് UDFൻ്റെ കാൻഡിഡേറ്റ് ആയി രംഗത്ത് വന്നിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് അവിടെ നടത്തുകയുണ്ടായി. അവിടെ നമുക്കറിയാം വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഒരു മലയോര മേഖല കൂടിയാണ് നിലമ്പൂർ. അവിടെ ആ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന മലയോര കർഷക ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടിയാണ് ഇന്ന് അദ്ദേഹം വാർത്താലേഖകരോട് സ്ഥാനാർത്ഥി ആയതിനു ശേഷം സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായും അതിൻ്റെ കുറ്റവാളികൾ എന്ന വശത്ത് നിന്ന് ഒഴിവാക്കുകയും ആ വന്യജീവി പ്രശ്നം മുഴുവൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 9 വർഷമായിട്ട് ഉദാസീന നയം സ്വീകരിച്ചിരുന്ന LDF സർക്കാരുകൾ ചെയ്തതാണ് എന്ന് പറഞ്ഞു വെച്ചു. നമുക്ക് ആ ബൈറ്റ് ഒന്ന് കാണാം, താങ്കളുടെ പ്രതികരണത്തിലേക്ക് വരാം. PCR അദ്ദേഹം സംസാരിച്ചത്, ഈ ഭൂമിയിൽ ഇവിടെ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വന്ന മലയോര കർഷകരാണ്. അവർ ഈ മണ്ണിൽ അധ്വാനിച്ച് അവർ വിയർപ്പൊഴുക്കി അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്ന് മാത്രമല്ല, ആ വിളഭൂമിയിൽ അവിടെ വിയർപ്പൊഴുക്കിയ മണ്ണിൽ തന്നെ അവർ കാട്ടുമൃഗങ്ങളുടെ ആക്രമണമേറ്റ് അവിടെ രക്തം ചിന്തി മരിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവുകയാണ്. നിരവധി ആദിവാസികൾ വേട്ടയാടപ്പെടുകയാണ്. ഇതിനൊന്നും യാതൊരു പരിഹാരവും ഇന്നേ വരെ ഉണ്ടാക്കിയെടുക്കാൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഏകദേശം 9 വർഷം കഴിഞ്ഞിട്ടും ഇന്നേ വരെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റിന്, ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. നന്ദു, ഞാൻ ചോദിക്കുന്നത് ഈ മലയോര പ്രശ്നം പരാമർശിക്കുന്ന ഏതൊരു കക്ഷി രാഷ്ട്രീയ നേതാവും കക്ഷി രാഷ്ട്രീയം നോക്കാതെ, അത് ഏതൊരു പൊതുപ്രവർത്തകനും, അത് മേധാവികൾ പോലും അത് പരാമർശിക്കേണ്ടി വരുമ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാറുണ്ട്. കേന്ദ്ര നയം മാറ്റേണ്ടതുണ്ട്, സംസ്ഥാന സർക്കാർ ചിലത് ചെയ്യേണ്ടതുണ്ട് എന്ന മട്ടിൽ തന്നെയാണ് അവരത് സംസാരിക്കുക. ഒരു ബാലൻസിങ്ങിന് വേണ്ടി പോലും സമതുലിത അഭിപ്രായം പറയേണ്ടതുണ്ട് എന്നൊരു തോന്നൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നയിച്ചില്ല. അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ ആയ അവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായി മൗനം പാലിക്കുകയും മുഴുവൻ കുറ്റവും സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ ചുമത്തുകയും ചെയ്തു. താങ്കൾ ആഹ്ലാദിക്കുന്നുണ്ടോ? താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? ഈ ഒരു ബൈറ്റിന്മേൽ താങ്കളുടെ കമൻ്റ് എന്താണ്? അല്ല, അദ്ദേഹത്തിൻ്റെ ബൈറ്റിന് കമൻ്റ് പറയേണ്ട ആൾ ഞാനല്ല. പറയൂല? അല്ല, അതിൻ്റെ ആൾ ഞാനല്ല. ശരി. കാരണം അദ്ദേഹം എന്താ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതിനെ പറ്റി താങ്കൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവും. അപ്പോൾ അത് എൻ്റെ ഞാൻ അഭിപ്രായം പറയേണ്ട സ്ഥലമല്ല. കാരണം അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കതിന് കൃത്യമായ മറുപടി പറയാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇതിനെ കാണുന്നത് കഴിഞ്ഞ 8 വർഷം LDFനൊപ്പം നടന്ന ഒരു സഹയാത്രികൻ, അല്ലെങ്കിൽ LDF എല്ലാ കവചവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു സഹയാത്രികൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ നിലമ്പൂരിലെ PV അൻവറിനെതിരെ BJPയും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും കൃത്യമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ച സമയത്ത് പോലും അദ്ദേഹത്തിനൊരു പ്രതിരോധ കവചം ഒരുക്കി കൊടുത്തത് CPMഉം അതുപോലെ തന്നെ ഇന്നത്തെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ചേർന്നിട്ടാണ്. അദ്ദേഹം കൃത്യമായി ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള അവരുടെ ചില ഇടപാടുകൾ തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ്റെ ഭാഗമായി ഒരു ജനതയെ മുഴുവൻ ഇലക്ഷനിലേക്ക് തള്ളിവിടുന്ന ഒരു നിലപാടാണ് സത്യത്തിൽ അടുത്ത ജൂൺ മാസം നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിലമ്പൂരിലെ ജനത മനസ്സിലാക്കേണ്ടത്. നമ്മൾ നോക്കൂ, നിലമ്പൂരിലെ ജനം ഇതാഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. കേരളത്തിലോ നിലമ്പൂരിലോ ഒരു ജനത ഇതാഗ്രഹിക്കുന്നുണ്ടോ? ഒരു ഉപതെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളിപ്പോൾ കണ്ട ഒരു 4 or 5 ഉപതെരഞ്ഞെടുപ്പ്, ഇത് 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പലതും അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, കേരളത്തിൻ്റെ പുരോഗമനപരമായിട്ടുള്ള, കേരളത്തിൻ്റെ വികസനപരമായിട്ടുള്ള, കേരളത്തിൻ്റെ ജനങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് ചെയ്യുന്നതിന് പകരം ഇത് കൃത്യമായി ഒരു രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്ത് ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വസിദ്ധമായി എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് ലാഭമായി കിട്ടും എന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്വാർത്ഥമതിയായിട്ടുള്ള ഒരാളുടെ ഇലക്ഷൻ, ആൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇലക്ഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് ഞാൻ
തുല്യമായി CPM-നെയും അതിനകത്ത് ഞങ്ങൾ BJP-യെ സംബന്ധിച്ചിടത്തോളം CPM-നെയും അതിനെ തുല്യമായി തന്നെ പ്രതി ചേർക്കേണ്ടതുണ്ട്. കാരണം എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇദ്ദേഹത്തിന് പറയേണ്ട വാക്ക് എന്താണെന്ന് എനിക്കറിയില്ല, ഇദ്ദേഹത്തെ പോലെയുള്ള ചില ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ പിണറായി വിജയൻ്റെ ഒരു പിണറായിസം അത് കഴിഞ്ഞ ഒരു 8-9 വർഷം കൊണ്ട് ഒരു പിണറായിസം ഇതുപോലുള്ള ചില മുതലാളിമാരെ കുത്തകമാരെ കൊണ്ടുവന്ന് അവർക്ക് ചില മണ്ഡലങ്ങൾ തീറെഴുതി കൊടുത്ത് അവർ നടത്തുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്ക് മുന്നിലും കഴിഞ്ഞ 8 വർഷം കണ്ണടച്ചു കൊടുത്ത പിണറായി വിജയൻ ഏറ്റിട്ടുള്ള ഒരു തിരിച്ചടിയാണ് സത്യത്തിൽ ഈ കാര്യത്തിലൂടെ നമ്മൾ കാണട്ടെ. ഞാൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടാണ് അതൊക്കെ വരാം, അത് നമുക്ക് എടുത്ത് ചർച്ച ചെയ്യാം. ഞാൻ ഈ ഒരു ബൈറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം താങ്കൾ താങ്കളുടെ അഭിപ്രായം പറഞ്ഞല്ലോ, അതിൽ ആ കാര്യം താങ്കൾ വ്യക്തമാക്കി, അതേ താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയല്ലേ പറഞ്ഞത്, അദ്ദേഹം ഒന്ന് പറയട്ടെ. ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ സീസൺഡ് പൊളിറ്റീഷ്യനായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒരു സമതുലിതമായ അഭിപ്രായം പറയേണ്ടിയിരുന്നില്ലേ? അത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം തലയിൽ വെച്ചുകൊണ്ട് നടത്തിയ ആ പരാമർശം ആരെ രക്ഷിക്കാനാണ്, ആരെ ശിക്ഷിക്കാനാണ്, ആരെ പ്രീതിപ്പെടുത്താനാണ് എന്നൊരു ചോദ്യം ഇന്ന് രാത്രി ജനമനസ്സുകളിൽ ഉയരുന്നുണ്ടാവില്ലേ റോണി? നിലമ്പൂർ ഉൾപ്പെടെ കേരളത്തിലെ മലയോര മേഖലയിലെ ഏറ്റവും ഇന്ന് ചൂടുപിടിച്ച വിഷയം എന്ന് പറയുന്നത് ഈ കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളുടെ നടത്തുന്ന ആക്രമണങ്ങളാണ്. 1000-ൽ പരം ആളുകളാണ് കഴിഞ്ഞ ഏതാനും വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇത് കൂടിക്കൂടി വരികയാണ്. ഈ വന്യജീവി ആക്രമണത്തിൽ മരണം സംഭവിക്കാത്ത ഒരു ദിവസം പോലും ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ അകത്ത് വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അത് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ നോക്കുക, അവിടെയൊക്കെ സംസ്ഥാന ഗവൺമെന്റുകളെ എത്ര ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. കിടങ്ങ് കുഴിക്കുന്നതുൾപ്പെടെ ഇതുപോലൊരു സന്ദർഭത്തിൽ കേന്ദ്ര നിയമത്തിലെ പ്രശ്നങ്ങൾ പറയേണ്ടതില്ല. ഒരു പൊളിറ്റിക്കൽ ബാലൻസിങ്ങിന് വേണ്ടി എങ്കിലും കോൺഗ്രസ് ദേശീയ തലത്തിൽ BJP-ക്ക് എതിർക്കുന്ന പ്രതിപക്ഷവും സംസ്ഥാന തലത്തിൽ LDF-നെ എതിർക്കുന്ന പ്രതിപക്ഷവുമാണ്. ബാലൻസ് ചെയ്ത് പറയേണ്ടതില്ല. ദേശീയ സർക്കാർ കുറ്റവാളിയായിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ അവർക്കുള്ള പങ്ക് കൂടി പറഞ്ഞുകൊണ്ട് പറയേണ്ടതില്ല. അങ്ങനെയാണോ? ഇവിടെ ഇതില് നമ്മൾ ഏറ്റവും അടുത്ത് കാണുന്ന ഇതിന്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ്. ഇവിടെ നിൽക്കുന്ന ഇവിടുത്തെ ഈ പറയുന്ന വനമന്ത്രിക്കെതിരെ എത്രയോ വലിയ വിമർശനം ഉണ്ടായിട്ട് ചെയ്യാൻ പോലും വിശദീകരണം ചോദിക്കാൻ പോലും കഴിയാത്തൊരു മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് താങ്കൾ പറയുന്ന കാര്യങ്ങൾ, ആര്യാടൻ ഷൗക്കത്ത് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി. അതിന്റെ കൂടെ അനിവാര്യ അനുബന്ധമായിട്ട് വരേണ്ട കാര്യം ചൂണ്ടിക്കാണിച്ചില്ല എന്ന ഒരു നിരീക്ഷണമാണ് ഞാൻ അവതരിപ്പിച്ചത്. ഓക്കെ, താങ്കൾ അത് പറഞ്ഞ് പൂർണ്ണയായി. ജയ്ക്ക്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു, വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിന്റെ വശത്ത് നിന്ന് സമതുലിതമായ അഭിപ്രായം, കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്ന ഒരു പരാമർശം ഉണ്ടാവേണ്ടിയിരുന്നു. ഒരു പ്രശ്നത്തിൻ്റെ കാതലിലേക്ക് പോകുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥാനാർത്ഥി. മറിച്ച് അദ്ദേഹം ഒരു സന്ദേശം കൊടുത്തത് എന്തിനാണ്? അവിടെ നിന്ന് ആ മണ്ഡലത്തിൽ നിന്ന് അല്ല റോണി, ഞാൻ താങ്കളോടല്ല ചോദിക്കുന്നത്, ഞാൻ ജയിക്കിനോട് ചോദിക്കുകയാണ്. അവിടെ നിന്ന് മറ്റൊരഭിപ്രായം കൂടി ഉയർന്നിരുന്നു. അവിടുത്തെ ഈ മലയോര ജനതയുടെ വികാരത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ജോയിയെ സ്ഥാനാർത്ഥിയാക്കേണ്ടതുണ്ട്. അദ്ദേഹം മലയോര കർഷകരുടെ പ്രതിനിധിയാണ് എന്നൊരഭിപ്രായം അവിടെ നിന്ന് വളരെ ശക്തിമത്തായി ഉയർന്നിരുന്നു. അത് മാറ്റിവെച്ചുകൊണ്ടാണ് ആദ്യമൊക്കെ പറഞ്ഞു കേട്ടിരുന്ന ജോയിയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹം സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. ആ വികാരത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിനെ കുറ്റവിമുക്തമാക്കി അവർക്ക് നിശബ്ദമായൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ മാത്രം ചുമതലകൾ വെച്ചു. എങ്ങനെയായിരിക്കും അവിടുത്തെ കോൺഗ്രസ് പ്രചാരണ ശൈലി മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചകമായിട്ട് താങ്കൾ ഇത് കാണുന്നുണ്ടോ? ജയ്ക്ക് പ്രതികരിക്കൂ. തീർച്ചയായിട്ടും ആ പ്രതികരണം ഇപ്പോഴാണ് അങ്ങ് ഇവിടെ
പ്ലേ ചെയ്തപ്പോൾ മാത്രം എനിക്ക് ആ പ്രതികരണത്തിന്റെ ഒരു പ്രധാന ഭാഗം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ജനിക്കും മുമ്പേ പാഴായി പോയ തന്ത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെയാണ് യഥാർത്ഥത്തിൽ അഭിനവ UDFന്റെ സ്ഥാനാർത്ഥി നിലമ്പൂർ പോലെയൊരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കുടിയേറ്റ ജനതയും മലയോര പ്രദേശവും ഒക്കെ ഉൾക്കൊള്ളുന്ന നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയമാണ് വന്യജീവി ആക്രമണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷെ ആ വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിയമനിർമ്മാണം സൃഷ്ടിച്ചിരിക്കുമെന്നും അതിനുവേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശക്തിയുക്തം ഞാൻ വാദിക്കുമെന്നും പറഞ്ഞ രണ്ടുപേരുണ്ട്. കോൺഗ്രസിന്റെ നേതാവ് സൗകര്യം കിട്ടപ്പോൾ DCC ഓഫീസിന്റെ ചുവരിൽ ആ 2 ചിത്രങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അവര് ഈ 2021 ശേഷം നടത്തപ്പെട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഏറ്റവും ഒടുവിൽ വയനാട് പാർലമെന്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇതേതു നേതാവാണ്, ഇതേതു പാർട്ടിയാണ്, ഇതിൽ കേന്ദ്ര നിയമം ഉണ്ടായേ പറ്റൂ, ഞങ്ങൾ സംസ്ഥാന നിയമസഭയിൽ പോയിട്ടല്ല ഇന്ത്യൻ പാർലമെന്റിൽ പോയി ഈ വന്യജീവി ആക്രമണങ്ങളെ, വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിലമ്പൂർ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ വന്യജീവി ആക്രമണങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ പോയി കേന്ദ്രത്തോട് ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ ഏത് നേതാവാണ്, ഏത് പാർട്ടിയാണ് എന്ന് സൗകര്യം കിട്ടുമ്പോ DCC ഓഫീസിൽ ഈ തെരഞ്ഞെടുപ്പ് വാർ റൂമുകളുടെ ഒക്കെ നടുവിലിരിക്കുമ്പോൾ വെറുതെ ഉപതെരഞ്ഞെടുപ്പിന്റെയും മുൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെയും ദൃശ്യങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ അങ്ങേക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോഴായിരിക്കില്ല അങ്ങേക്ക് സ്വാഭാവികമായി സ്വീകരിക്കാൻ ഇഷ്ടവും താല്പര്യവും. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമായ അന്ധതയും കോൺഗ്രസ് വിരോധവും ഒക്കെ ഉണ്ട് എന്ന് അങ്ങ് ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ സഹോദരി, ഇവരാകെ ഒരു മാസങ്ങൾക്ക് പുറകിൽ വയനാട് പാർലമെന്റിൽ നടന്നും ഇരുന്നും ഒക്കെ പറഞ്ഞിരുന്നത് കേന്ദ്രത്തോട് യുദ്ധം ചെയ്ത് നിലമ്പൂരിലെയും വയനാട്ടെയും വന്യജീവി ആക്രമണത്തെ ഇല്ലാതാക്കാനുള്ള നിയമനിർമ്മാണത്തിന് ഞങ്ങൾ നേതൃത്വമാകുമെന്നുള്ളതാണ് എന്ന് അങ്ങെങ്കിലും തിരിച്ചറിയേണ്ടതാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ആങ്കർ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ അഭിനവ UDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണം, ആ പ്രതികരണം കോൺഗ്രസിൽ ഒരു വിഭാഗം കാത്തിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ വരുമ്പോൾ ആ വിഭാഗത്തിന്റെ പിണക്കം ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ച് മാത്രം ഉയർന്നു വന്ന പ്രതികരണമായിരുന്നില്ല. ആ പ്രതികരണത്തിന്റെ പ്രത്യേകത എന്താണ്? ആ പ്രതികരണത്തിന് പ്രത്യേകത സംശയം ഏതുമില്ല. BJPക്ക് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 17,000-ലധികം വരുന്ന വോട്ട് വയനാട് ഈ നിയോജക മണ്ഡലത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ജനപ്രതിനിധിയായി വിജയിച്ചു പോയ ഉപതെരഞ്ഞെടുപ്പിൽ 15,000-ൽ കുറയാത്ത വോട്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ശരാശരി 15,000-നും 17,000-നും ഇടയിൽ വോട്ട് മാസങ്ങൾക്കിടയിൽ നടന്ന 2 തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട് BJPക്ക്. ആ 17,000, 15,000 വോട്ട് എങ്ങോട്ടേക്ക് പോകും? ആ ചോദ്യത്തിന് മുമ്പിലാണ് അഭിനവ UDF സ്ഥാനാർത്ഥിയുടെ ഇപ്പോഴത്തെ പ്രതികരണം. അർത്ഥപൂർണമായി രാഷ്ട്രീയം വിലയിരുത്തുന്നു പറഞ്ഞ നിലയിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കാൻ, അപഗ്രഥിക്കാൻ ശ്രമിക്കേണ്ടത്. കാരണം എന്താണ്? BJPയുടെ വോട്ട് BJPയെ കുറ്റപ്പെടുത്താതെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് BJP പ്രീണനം നടത്തി എങ്ങനെ 10 വോട്ട് തന്റെ കീശയിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന പരിശോധന പ്രഖ്യാപനം നടത്തിയ ആദ്യ നിമിഷത്തിൽ തന്നെ കോൺഗ്രസ് നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അതിന് നേതൃത്വമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതികരണം ചൂണ്ടിക്കാണുന്നത്. ഒറ്റ കാര്യൂടെ പറഞ്ഞ് ഞാനെന്റെ ഭാഗം അവസാനിപ്പിക്കാം. BJPയുടെ നേതാവ് പറഞ്ഞു ഇങ്ങനെയുള്ള സ്വതന്ത്ര പരീക്ഷണം തെരഞ്ഞെടുപ്പിനെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ ഒരു സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: പിണറായിസത്തിനെതിരെയുള്ള പ്രതികരണമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. നല്ല പ്രയോഗമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിലമ്പൂരിലെ മുൻ MLA ആണ് ഈ പ്രയോഗം ഏറ്റവും കൂടുതൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP അത് ഏറ്റെടുത്തതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പിണറായിസത്തിനെതിരെയുള്ള പ്രതികരണമാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റുമെന്ന് പറയുമ്പോൾ എന്താ പിണറായിസം എന്നങ്ങ് സൂചിപ്പിക്കണ്ടേ? എന്താ പിണറായിസം വഴി നിലമ്പൂരിനും കേരളത്തിനും സംഭവിച്ച ദുരിതമെന്നങ്ങ് സൂചിപ്പിക്കണ്ടേ? നവംബർ മാസം 1-ാം തീയതി എത്തുമ്പോൾ ഇന്ത്യയിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ 63,000 കുടുംബങ്ങൾ കൂടെ ജീവിതത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നടന്നു നീക്കപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയതാണോ പിണറായിസത്തിനെതിരെയുള്ള കുറ്റം? അതോ വ്യാവസായിക സൗഹാർദ്ദത്തിൽ 28-ാം സ്ഥാനത്ത് കടന്നിരുന്ന കേരളം യൂണിയൻ ഗവൺമെന്റിന്റെ അഭിപ്രായ പ്രകാരം ദ എവർ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ എന്ന പട്ടത്തോടുകൂടെ ഇന്ത്യയിൽ 1-ാമത് വന്നതാണോ പിണറായിസത്തിന്റെ കുറ്റം? അതോ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുമ്പോൾ 1,98,000 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ വരികയും അതിൽ ആദ്യത്തെ പദ്ധതിയുടെ തറക്കല്ലിടൽ ഇന്നലെ നിർവഹിക്കപ്പെടുകയും ചെയ്തതാണോ പിണറായിസത്തിനെതിരെയുള്ള കുറ്റം? അതോ ഇന്ത്യയാകെ
കോടാനുകോടി വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ, സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെടുമ്പോൾ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ ഒഴുകിയെത്തുന്ന ഇന്റർനാഷണൽ ബിൽഡിങ്ങുകളോട് കിടപിടിക്കുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ത്യയിലെ PSCയിൽ തന്നെ ഒന്നാമത് യുവക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന സംസ്ഥാനവുമായി കേരളം മാറിയതാണോ പിണറായിസത്തെ സംബന്ധിച്ചുള്ള കുറ്റം? അങ്ങ് സമയം കിട്ടുമ്പോൾ സൂചിപ്പിച്ചാൽ മതി. എന്താണ് അങ്ങ് സൂചിപ്പിച്ച ഇടതുപക്ഷം അല്ലെങ്കിൽ അങ്ങ് സൂക്ഷ്മതയിൽ പരിഹാസത്തോടു കൂടെ സൂചിപ്പിച്ച പിണറായിസത്തിന്റെ കുഴപ്പം എന്താണെന്ന് കൂടെ സൂചിപ്പിച്ചാൽ നിലമ്പൂരിലെ വോട്ടർമാർക്ക് പ്രത്യേകിച്ചും കേരളത്തിലുള്ള നമുക്ക് എല്ലാവർക്കും ആ കുഴപ്പത്തിനൊരു കുഴപ്പമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും തിരിച്ചറിയാനും ഒരു അവസരമാകും. ജയ്ക്ക് തിരിച്ചു വരാം. ഞാൻ പ്രേംകുമാറിലേക്ക് പോവുകയാണ്. പ്രേംകുമാർ, താങ്കളിൽ നിന്നാണ് ചർച്ച തുടങ്ങിയത്. ആരോഗ്യകരമായൊരു മത്സരം, ആരോഗ്യകരമായ രാഷ്ട്രീയ മത്സരം, പ്രശ്നങ്ങൾ ഉന്നയിച്ചും പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞും ഉള്ള മത്സരം അവിടെ നടക്കണം എന്ന് ആശംസിച്ച ഒരു നിരീക്ഷകനാണ്, അങ്ങനെ പ്രതീക്ഷ വെച്ച നിരീക്ഷകനാണ് താങ്കൾ. അതിനെ തകർക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് ED ഒരു കേസിൽ കുറ്റപത്രം കൊണ്ട് വരുന്നു എന്നതുപോലെ നുണവാർത്തകൾ ദിവസം കണക്കിന് എന്ന പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതുപോലെ. പക്ഷെ ഞങ്ങളിവിടെ കാണിച്ചത് ഇന്ന് അവിടെ നിന്ന് ഉയർന്നു വന്ന 2 വാർത്തകൾ, ഒരു ഫേസ്ബുക്ക് കുറിപ്പും ഒരു ബൈറ്റും വെച്ച് ചർച്ച ചെയ്യുക. ഇതുപോലെ എല്ലാ ചേരിയും കാണുന്ന പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്തും വിശകലനം ചെയ്തും മുന്നോട്ട് പോകണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു മുന്നോട്ട് പോക്ക് ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടാകുമോ? താങ്കൾ എന്തു പറയുന്നു? എന്താണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്? എന്താണ് നിലമ്പൂര സമ്മതിദായകർ അവരുടെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിനു മുമ്പായി അവർ ചെയ്യേണ്ട രാഷ്ട്രീയ അഭ്യാസം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതെന്താണ്? ഞാൻ പറഞ്ഞത് വൃത്തിയുള്ള പൊളിറ്റിക്സ് എന്നാണ് പറഞ്ഞത്. നമ്മൾ വൃത്തിയില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സ് കാണാൻ പറ്റുന്ന വൃത്തികേടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണല്ലോ. PV അൻവർ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ വേസ്റ്റിന്റെ തീരുമാനപ്രകാരമാണ് UDF കാൻഡിഡേറ്റിനെ നിർണയിക്കുകയും അദ്ദേഹമാണ് ഇലക്ഷൻ നടത്തുകയും ഇലക്ഷൻ UDFനെ നയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന വൃത്തികേടിനേക്കാൾ വൃത്തിയുള്ള ഇലക്ഷനാണ് അവിടെ നടക്കാൻ പോകുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു കാരണവശാലും കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിൽ LDF പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെ വിമർശന വിധേയമായിക്കൊണ്ട് മുഴുവൻ അംഗീകരിച്ചുകൊണ്ടല്ല. അതായത് പിണറായി വിജയന് പോലും മുഖ്യമന്ത്രിക്ക് പോലും ബോധ്യമുള്ള കാര്യമാണ് താൻ വിചാരിച്ച മുഴുവൻ കാര്യങ്ങളും വേണ്ട വിധം നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ജനങ്ങളോട് സംവദിക്കുന്ന പരിപാടിയിലും പറയുന്നുണ്ടായിരുന്നു, വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മുഴുവൻ പരിഹാരവും കൊണ്ടുവരാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് പറ്റിയിട്ടില്ല. കാരണം നിയമം തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്, പരിമിതികളുണ്ട് എന്നുള്ളത്. അതായത് വിചാരിച്ച കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കുന്ന ഒരു സർക്കാരാണ് LDFന്റേത്. അതിനെ വിമർശനപരമായി തന്നെ കാണുന്ന ആളുകളാണ് നമ്മളൊക്കെയും. അത്തരത്തിൽ ചെയ്ത കാര്യങ്ങളെയും ചെയ്യാത്ത കാര്യങ്ങളെയും വിമർശന വിധേയമായിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമെന്നോ UDF അങ്ങനെ ചെയ്യുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നോക്കിയാൽ അറിയാം, ഈ കഴിഞ്ഞ 5-8 വർഷം കൊണ്ട് UDF ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ബിംബങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. കുറെ കാലം സ്വപ്ന സുരേഷിന്റെ പിന്നിലായിരുന്നു, അവരിപ്പോ BJP-കാരിയായി. അതിനുശേഷം വാളയാറമ്മ എന്ന് പറയുന്ന ഭാഗ്യവതിയുടെ പിന്നാലെയായിരുന്നു, അവരിപ്പോ CBI കേസിൽ പ്രതിയായി കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത് പിന്നെ അതിനുശേഷം കുറെ കാലം എടുത്തു നടന്നിരുന്നത് നമ്മുടെ മറിയക്കുട്ടി എന്ന് പറഞ്ഞ മറിയ ചേച്ചിയായിരുന്നു. അവര് കോൺഗ്രസിന്റെ വീടും വിട്ടിട്ട് BJP-യുടെ അടുത്തേക്ക് പോയിരിക്കുന്നു. ആ കൂട്ടത്തിലേക്ക് പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് PV അൻവർ. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ UDFന് പറയാനുണ്ടാവുള്ളൂ. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യാൻ പോകുന്നു. നിങ്ങൾ പറയുന്ന പോലെ വന്യജീവി സംഘർഷവും കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്നത് നാഷണൽ ഹൈവേയിൽ ഉണ്ടായിട്ട് വിള്ളലുമാണ്. അതും കേന്ദ്ര ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു ഡെവലപ്മെന്റൽ പ്രോജക്റ്റിലുള്ള പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു നിയമവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇത് രണ്ടുമാണ് UDF ഉയർത്തി കാണിക്കാൻ പോകുന്നത്. ഇത് രണ്ടും പിണറായി വിജയന്റെ തലയിൽ വെക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിൽ നിന്ന് സ്വാഭാവികമായിട്ടും കോമൺ സെൻസ് ഉള്ള മലയാളികൾക്ക്, നിലമ്പൂരുകാർക്ക് മനസ്സിലാവുന്ന കാര്യം, സംസ്ഥാന സർക്കാരിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു സർക്കാരാണ് വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് ഇലക്ഷനിൽ സമീപിക്കുന്നത് എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി VP അനിൽ അന്ന് പ്രഖ്യാപിച്ച ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര് ജയിച്ചാലും ആര് തോറ്റാലും എത്ര തവണ തോറ്റാലും വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരുന്നത് PV അൻവർ എന്ന് പറഞ്ഞ ആളെ നിലമ്പൂരിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്, LDF തള്ളിക്കളഞ്ഞാണെന്നല്ല, ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണെന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതേസമയം
ഇത്രയും കാലം കൊണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ അടക്കം വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ മുന്നോട്ട് വെച്ചാവും LDF ഇലക്ഷനെ നേരിടുന്നുണ്ടാവുക. പക്ഷേ UDF ക്യാമ്പിൽ നമുക്ക് അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവർ ചെയ്യാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ചകളും കുറവുകളും സംസ്ഥാന സർക്കാരിൻ്റെതാണ് എന്നുള്ള രീതിയിൽ പതിവ് പോലെ VD സതീശന്റെ ക്യാമ്പ് അതാണ് പ്രചരിപ്പിക്കാൻ പോകുന്നത്. അതിനെ എങ്ങനെ ജനങ്ങളുടെ അടുത്തേക്ക് തുറന്നു കാണിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് LDFന് ചെയ്യേണ്ടതുണ്ടാവുള്ളൂ. പിന്നെ നമുക്കറിയാം, നിലമ്പൂർ എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള UDF കോട്ടയാണ്. 2 തവണ ആ കോട്ട പിടിച്ചെടുക്കുകയാണ് LDF ചെയ്തിട്ടുള്ളത്. ആ ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും അവസാനത്തെ പാർലമെന്റ് ഇലക്ഷനിലെ വോട്ടിംഗ് നിലയും അവിടെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയായി മാറും എന്ന് വിചാരിക്കുന്നു ഞാൻ. തീർച്ചയായും ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ താങ്കൾ പറഞ്ഞതുപോലെ വൃത്തിയുണ്ടാവട്ടെ, ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ പറയുന്ന ആശയങ്ങളിൽ ഒക്കെ വൃത്തിയുണ്ടാവട്ടെ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കാം, പറഞ്ഞുകൊണ്ടിരിക്കാം. BJP പ്രതിനിധി S. നന്ദുവിലേക്ക് ഞാൻ വരികയാണ്. BJP ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം, അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം, നിലമ്പൂരിൽ ഞങ്ങൾക്ക് വലിയ പിൻബലമൊന്നുമില്ല, അവിടെ നടക്കുന്ന മത്സരം തന്നെ അനാവശ്യമാണ്, അത് വളരെ പെട്ടെന്ന് തീരാൻ പോകുന്ന നിയമസഭയിലേക്ക് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നതാണ്, ആ പ്രതിനിധിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിലൊരു താല്പര്യമില്ല, ഞങ്ങൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് പ്രധാനമായിട്ട് കാണുന്നത് എന്ന് മാത്രമല്ല, അവിടെ മത്സരിക്കണമെന്ന് ഞങ്ങൾ ഒന്ന് ആലോചിക്കുന്നു, എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും എന്ന് പറഞ്ഞു. ഒരു ചേരി ഇങ്ങനൊരു സന്ദേശം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൊടുക്കുമോ? അത് ശക്തമായിട്ടുള്ള സ്ഥലമാവട്ടെ മോശമായിട്ടുള്ള സ്ഥലമാവട്ടെ, ഇങ്ങനെയാണോ ഒരു നേതാവ് സ്വന്തം അനുയായികൾക്ക് സന്ദേശം കൊടുക്കുക? ഉള്ള ശക്തി അതല്പം കൂടി വർദ്ധിപ്പിച്ച് പ്രകടിപ്പിക്കൂ എന്ന തരത്തിലുള്ള ഒരു ആവേശ സന്ദേശം, ആവേശത്തിൻ്റെ മണിമുഴക്കം അണികളെ കേൾപ്പിക്കേണ്ട, അനുഭാവികളെ കേൾപ്പിക്കേണ്ട ഒരു നേതാവിൽ നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാമർശമുണ്ടായി എന്നൊരു അത്ഭുതം പരക്കെയുണ്ട്. താങ്കളത് നേരത്തെ പറയാൻ ശ്രമിച്ചിരുന്നു. ആ നിലപാട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണെന്നൊക്കെ ഇരിക്കട്ടെ, വന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ടേ? മത്സരിക്കുമ്പോൾ ആവേശത്തോടു കൂടി വോട്ടുകൾ ചെയ്യാനുള്ളൊരു സന്ദേശം കൊടുക്കണ്ടേ? എന്തുകൊണ്ട് BJP ഇങ്ങനൊരു സന്ദേശം നൽകാൻ ശ്രമിക്കുന്നു? അങ്ങനെ തന്നെ സംഭവിക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മത്സരിക്കുമായിരിക്കും, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ അതാണ് അറിയാം. താങ്കൾ എന്തായാലും BJP മത്സരിക്കാത്തതിൽ താങ്കൾക്കൊരു വിഷമമുള്ളത് ഞങ്ങൾ എനിക്കെന്ത് വിഷമം? എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു മത്സരിക്കുകയും അപ്പോഴാണല്ലോ ജനാധിപത്യം. താങ്കളുടെ ആ ഒരു ജനാധിപത്യ മൂല്യത്തെ ഞാൻ വളരെ സ്വാഗതാർഹമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാനത് വരവ് വെച്ചിരിക്കുന്നു. താങ്കൾ പറയൂ, ഇതിൽ അഭിപ്രായം പറയൂ, എന്നെ കുറിച്ചുള്ള ആസ്വാദനം വിടൂ. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായി പറയാൻ ശ്രമിച്ച അല്ലെങ്കിൽ പറഞ്ഞു വെക്കാൻ ശ്രമിച്ച ഒരു കാര്യം വളരെ ചെറിയ ക്യാൻവാസാണ്. അതായത് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന രീതിയിൽ സാധാരണപ്പെട്ട ഒരു സാധാരണക്കാരൻ്റെ മനസ്സോടുകൂടി അദ്ദേഹം സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ്? ആരാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദി? ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് എന്താണ് ജനങ്ങൾക്കുണ്ടാവുന്ന നേട്ടം? ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിക്ക് ഈ വരുന്ന കാലയളവിൽ, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത നിയമസഭയ്ക്കകത്ത് വരുന്ന കാലയളവിൽ എന്ത് ഈ ജനങ്ങൾക്ക് സംഭാവന ചെയ്യാൻ പറ്റും? ഈ മൂന്ന് കാര്യവും കോർത്തിണക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പ്രകടിപ്പിച്ച ഒരു കാര്യം, അതായത് ഇങ്ങനൊരു സ്ഥലത്ത് മത്സരിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കേണ്ടി വരും. കാരണം ജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതാണെന്നാണ് ചോദിച്ചത്. അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് തന്നെയാണ് പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് താങ്കൾ ഞാൻ ബഹുമാനപ്പെട്ട അവതാരകനോട് താങ്കൾ എന്നിലേക്ക് വന്നത് തന്നെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ചർച്ച തുടങ്ങി. അതിനുശേഷം എനിക്ക് ആകെ കിട്ടിയത് ഒരു അവസരമാണ്. അതിൽ താങ്കൾ ഇടപെട്ടു, ഞാൻ വഴങ്ങി തന്നു. ദയവ് ചെയ്ത് ഈ കാര്യം എനിക്ക് അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതിനുകൂടി മറുപടി പറയണം. അപ്പോൾ ഇത് പറഞ്ഞിട്ട് വേണം എനിക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യാതിരുന്നാൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഈ 2 കാര്യങ്ങളും ഞാൻ വളരെ പെട്ടെന്ന് താങ്കളുടെ സമയം. അതായത് ഒരു സാധാരണക്കാരൻ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ കൺസേൺ. പക്ഷേ മറിച്ച്
ഈ സംസ്ഥാനത്തിന് എത്ര രൂപ ചെലവ് വരുന്നു, ഈ സംസ്ഥാനത്ത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഈ തരത്തിൽ ഇത്രയും സ്ട്രെസ് ചെയ്ത് ഒരു ഇലക്ഷൻ നടത്തുമ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഔട്ട്കം, എന്താണ് സാധാരണപ്പെട്ട നിലമ്പൂരിലെ സാധാരണ ജനങ്ങൾക്ക് എന്ത് ഔട്ട്കം ഇതിൽ നിന്ന് കിട്ടുന്നു? ആ ചോദ്യമാണ് അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപാകെ. സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞ ചർച്ച ചെയ്ത് തീരുമാനിക്കും. സ്വാഭാവികമായിട്ട് BJP ഒരു സ്റ്റേറ്റ് പാർട്ടിയല്ല, ഒരു നാഷണൽ പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കേണ്ടത് ഡൽഹിയിലാണ്. അവിടെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയാണ് ആ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചതിന് ശേഷം ആ തീരുമാനമെടുക്കുന്നത്. സ്വാഭാവികമായും അവിടെ നിന്നൊരു തീരുമാനം ഉചിതമായി വരും. അതെന്ത് തീരുമാനമാണെങ്കിലും അത് സ്വാഭാവികമായും സ്റ്റേറ്റ് യൂണിറ്റ് അത് നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇതാണ് നമ്മുടെ ഒരു ശൈലി. അല്ലാതെ ഇവിടെ ഇരുന്ന ഒരാൾ തീരുമാനിച്ചിട്ട് ഇന്ന ആൾ പോയി മത്സരിച്ചോ എന്ന് പറഞ്ഞാൽ അവിടെ പോയി മത്സരിക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സെൻട്രൽ പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റേതായ ഒരു ഘടനയിൽ കൂടി തന്നെയാണ് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. സ്വാഭാവികം അദ്ദേഹം ഉയർത്തിയ ചോദ്യം കൃത്യമായി സാധാരണപ്പെട്ട ഈ നാട്ടിലെ നിലമ്പൂരിലെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട ആളുകൾക്ക് അവർക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്? ഒരു സ്വാർത്ഥൻ അല്ലെങ്കിൽ ആ പോയിന്റ് ക്ലിയറായി. താങ്കൾ എന്തോ മറുപടി പറയുന്നു. രണ്ട് എന്നോട് ശ്രീ ജെയ്ക്സി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പിണറായിസം എന്ന് പറയുന്ന വാക്ക്. അപ്പൊ പിണറായിസത്തിന്റെ കുറെ ലേബലുകൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പിണറായിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ താങ്കളെ കുറിച്ച് ഞാൻ വിചാരിക്കുന്നത് SFIയിലൂടെ വളർന്നു വന്ന് പരിണിതപ്രജ്ഞനായി വളരെ കാലം ദീർഘനാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. താങ്കൾ കള്ളം പറയുമ്പോഴെങ്കിലും മിനിമം അതിനൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഈ പോരാളി ഷാജിമാരെ പോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചില കാര്യങ്ങൾ പടച്ചുവിടുന്നവർക്ക് വേണ്ടി ദയവ് ചെയ്ത് താങ്കളെ പോലെയുള്ള പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ വേണ്ടി നിൽക്കരുത്. ഞാൻ ആദ്യത്തെ കാര്യം തന്നെ ഞാൻ താങ്കൾ പറഞ്ഞ ചില സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഒരു സൈഡിൽ നിന്ന് വരാം. ഒന്ന്, താങ്കൾ പറഞ്ഞ അഭിമാനസ്തംഭമായ PSCയെ കുറിച്ച് ഞാൻ പറയുന്നത് അഭിമാനസ്തംഭമാണ് കേരളത്തിലെ PSC. പക്ഷേ ആ അഭിമാനസ്തംഭത്തിനെ കഴിഞ്ഞ പിണറായി വിജയൻ്റെ 8 വർഷം കൊണ്ട് നിങ്ങൾ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി നിർത്തിയിരിക്കുന്നത് ആരൊക്കെയാണ്? ശിവരഞ്ജിത്തിനെയും നസീമിനെയും പോലെയുള്ള ആളുകളെയാണ് നിങ്ങൾ കേരളത്തിലെ PSCയുടെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ കേരളത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ സ്കൂളുകളെ കുറിച്ച്, നിങ്ങൾ വളരെ വലിയ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തിയ സ്കൂളുകൾ. നിങ്ങളുടെ ഈ കാലഘട്ടത്തിലാണ് ഈ ഒരു 5 വയസ്സുകാരി പാമ്പ് കടിയേറ്റ് വയനാട്ടിലൊരു സ്കൂളിൽ മരണപ്പെട്ടത്. അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ താങ്കൾ പറഞ്ഞല്ലോ വ്യവസായ സൗഹൃദം, നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൂടെ ഉദ്ധരിച്ചു അതിനകത്ത്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഇവിടുത്തെ കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽജി നിങ്ങളുടെ തന്നെ ഒരു വേദിയിൽ ഈ പറഞ്ഞ വ്യവസായ വകുപ്പ് മന്ത്രി താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ സ്റ്റാൻഡേർഡ് കണക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കൃത്യമായൊരു മറുപടി പറഞ്ഞു. അതായത് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കണക്ക് ഞങ്ങൾ നിലവിലെടുക്കുന്നില്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ താങ്കൾ അദ്ദേഹം പറയാണ് ഞാൻ ചോദിക്കട്ടെ അല്ലല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. വ്യവസായ സൗഹൃദത്തിൽ അങ്ങ് ഊറ്റം കൊണ്ട് നിൽക്കുന്ന ജെയ്സി തോമസ് അധിക ദൂരം ഒന്നും പോകണ്ട. കണ്ണൂരിൽ പിണറായി വിജയന്റെ തട്ടകത്തിനകത്ത് ആന്തൂർ നഗരസഭയ്ക്കകത്ത് ഒരു വ്യവസായി എന്തിനാ മരണപ്പെട്ടത്, എന്തിനാ ആത്മഹത്യ ചെയ്തത്, അതിനെ കുറിച്ചെങ്കിലും മിനിമം പറയാനുള്ള കെൽപ്പുണ്ടെങ്കിൽ മാത്രമാണ് ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എതിർക്കണം. ഇനി പൊതുജനാരോഗ്യ മറുപടി പറയാനുള്ള സമയമില്ല. അതിന്റെ ലാസ്റ്റ് ലെഗിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ട കാര്യം, BJP ഈ തെരഞ്ഞെടുപ്പ് നിസ്സാരമാണ് എന്നൊരു സന്ദേശം കൊടുക്കുന്നു, അനാവശ്യമാണെന്നൊരു സന്ദേശം കൊടുക്കുന്നു, ചിലപ്പോഴേ മത്സരിക്കുള്ളൂ എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത് എന്ന് മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ അഭിപ്രായപ്പെടുന്നു. ഇത് നല്ലൊരു സന്ദേശമാണോ? ഒരു രാഷ്ട്രീയ കക്ഷിക്ക് കൊടുക്കാവുന്ന സന്ദേശമാണോ? BJP പലപ്പോഴും വോട്ട് കച്ചവട ആരോപണം നേരിടുന്നൊരു രാഷ്ട്രീയ കക്ഷി കൂടിയാണ്. അപ്പോഴാണ് ഈ ഒരു യാഥാർത്ഥ്യം വന്നിരിക്കുന്നത്. റോണി അതിനോടൊന്ന് പ്രതികരിക്കും. BJPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ്. പക്ഷേ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, കാരണം ഇനി നിയമസഭയിലേക്ക് 10 മാസത്തിൽ താഴെ മാത്രമേ സമയമുള്ളൂ, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പില്, പ്രത്യേകിച്ചും ഭരണവികാരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കാതെ മാറിയെന്നാൽ അത് ഈ നാട്ടിലെ സാധാരണ ജനത്തിന് കൊടുക്കാൻ പോകുന്ന സന്ദേശം BJPയുടെ വോട്ടുകൾ CPM-ന് LDF-ന് മറിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്ന് തന്നെയാണ് പറയാം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15,000-ന് മുകളിൽ വോട്ട് പിടിക്കുന്ന BJPക്ക് കഴിഞ്ഞ 2016-ലും 2021-ലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് 6,000, 8,000 വോട്ടേ ഉള്ളൂ. അവരുടെ വോട്ടുകൾ അവിടെ പോയി. അവരുടെ വോട്ടുകൾ പോയിരിക്കുന്നത് ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം രണ്ടുപേരുടെ ലക്ഷ്യം CPM-ന്റെ ആണെങ്കിലും ഓക്കെ, അത് ക്ലിയറായി. ലക്ഷ്യമായിട്ട് വരുമ്പോൾ ഇനി സമയം തീരുകയാണ്, നമുക്കിനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ജയിക്കിലേക്ക് ഞാൻ വരികയാണ്. ജയിക്ക്, ഇതിന് ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ് എന്ന് BJP പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഉള്ള വാചാലത വെച്ച് കാര്യമായി വാദിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം 5 സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിലൊന്ന് ഗുജറാത്തിലെ വിസാവദർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ AAP-യിൽ നിന്ന് ഭൂപേന്ദ്രഭായ് ഭായാണി എന്ന് പറയുന്ന ഒരു ആൾ, മറ്റുള്ളതൊക്കെ ആളുകൾ മരിച്ചത് കൊണ്ട് നടക്കുന്നതാണ് നിലമ്പൂരൊഴിച്ച്. ഭൂപേന്ദ്രഭായ് ഭായാണി അവിടെ AAP അംഗമായിരുന്നു, രാജിവെച്ച് BJP-യിലേക്ക് പോയി. അത് 2023-ലാണ്. ഇത്രയും കാലം അവിടെ മത്സരം നടക്കാതിരുന്നത്. 2 തവണ ഗുജറാത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ BJP സ്ഥാനാർത്ഥി ഷർസത് റിബാഡിയ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിരുന്നു. ഇപ്പോൾ ആ കേസ് കഴിഞ്ഞ ദിവസം പിൻവലിക്കാൻ അവർ തന്നെ എഴുതി കൊടുത്ത് ഹൈക്കോടതിയിൽ പിൻവലിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ കളമൊരുങ്ങി. അപ്പോൾ കാലുമാറ്റത്തിന് വേണ്ടി രാജിവെച്ച് തെരഞ്ഞെടുപ്പ് അസാധ്യമാണ് എന്ന കേരളത്തിൽ, അത് ശരിയല്ല എന്ന കേരളത്തിലെ നിലപാട് ഗുജറാത്തിലും അങ്ങനെയാണോ എന്ന ഒരു സംഗതി ഉയരുന്നുണ്ട്. അവിടെയും BJP മത്സരിക്കില്ലേ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു വാദത്തിലേക്ക് പോയിട്ട് അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കാര്യമില്ല എന്നൊരു സന്ദേശം കൊടുത്തിട്ട് ഇവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം ഞാൻ താങ്കളോടും ചോദിക്കുകയാണ് ജയിക്ക്. ഒരു സംശയം വേണ്ടതില്ല, സമീപകാല കേരളത്തിന്റെ രാഷ്ട്രീയ ദൃശ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ്, അതിന്റെ മറുപടിയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഉപതെരഞ്ഞെടുപ്പ് അനന്തരവും ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് മുമ്പിൽ ഇടതുപക്ഷത്തിന്റെ പരാജയത്തെയും UDF-ന്റെ വിജയത്തെയും ആഘോഷിക്കാൻ തെരുവിലിറങ്ങിയ ഏതു തീവ്രവാദി സംഘമായിരുന്നു എന്ന് നമ്മൾ കണ്ടതല്ലേ. തള്ളിപ്പറയാൻ ഒരു മാന്യത, ഒരക്ഷരം കൊണ്ട് അവരെ വിമർശിക്കാൻ ഒരു അന്തസ് കേരളത്തിലെ UDF കാണിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരേ സമയം ഗോൾവക്കറിന്റെ ജന്മദിനം ആഘോഷിക്കാൻ ചിത്രത്തിന് മുമ്പിൽ മുട്ടിലടിഞ്ഞ് നിലവിളക്ക് കൊളുത്തുകയും അതേസമയം തന്നെ SDPI എന്ന RSS-ന്റെ സമമായി നിൽക്കുന്ന ഇന്ത്യൻ തീവ്രവാദ സംഘത്തിന്റെ കഴുത്തിൽ പിടിച്ച് അവരെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന അതേ സമീപനം തന്നെയാണ് UDF ഇവിടേക്കും സ്വീകരിക്കാൻ പോകുന്നത്. എന്നിട്ട് തിരികെ ആരോപണത്തിന്റെ മുന കേരളത്തിലെ ഇടതുപക്ഷത്തിന് നേരെ ചൂണ്ടിക്കാണിക്കുന്നു. അതിനുള്ള മറുപടി ഞാനല്ല, ഈ ചർച്ചയുടെ വ്യത്യസ്തമായ ഒരു ഘട്ടത്തിൽ ആദരണീയനായ നിരീക്ഷകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും അവിടുത്തെ CPM-ന്റെ സമുന്നതരായ നേതൃത്വം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയവാദിയുടെയും പിന്തുണ വേണ്ട, ഒരു തീവ്രവാദിയുടെയും പിന്തുണ വേണ്ട. അത് ഗ്രാമപഞ്ചായത്തിലാവട്ടെ, ഇന്ത്യൻ പാർലമെന്റിലാവട്ടെ, കേരള നിയമസഭയിലാവട്ടെ. ആ ഒരു നിലപാട് ഈ ഘട്ടത്തിലെങ്കിലും പറയാൻ UDF-ന് ത്രാണിയുണ്ടോ? കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അതിന് കരുത്തുണ്ടോ? ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ആങ്കർ ചൂണ്ടിക്കാണിച്ച പ്രസക്തമായ ഒരു അന്തരീക്ഷം. ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർത്താൻ പോകുന്നതിൽ ഒന്നാമത്തേത് വന്യജീവി സംബന്ധമായ സംഘർഷങ്ങളെ കുറിച്ചുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണം നടത്തേണ്ടതും ജനങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതും യൂണിയൻ ഗവൺമെന്റാണ്. BJP നേതൃത്വം നൽകുന്ന സംഘപരിവാരമാണ് എന്ന് നിലമ്പൂരിലും വയനാട്ടിലും വന്ന് പ്രസംഗിച്ചത് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ സഹോദരിയുമാണ്. ആ രാഷ്ട്രീയത്തെ ആകെ വിഴുങ്ങിയിട്ടല്ലേ അഭിനവ് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി വന്നിപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ളത്? BJP-യെ വെള്ളപുതപ്പിച്ച് RSS-നെ ആക്രമിക്കാൻ വിടാതെ സംഘപരിവാറിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി, കോൺഗ്രസിന്റെ അഭിനവ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നിലമ്പൂരിലെ മതനിരപേക്ഷവാദികൾ, അത് ഇടതുപക്ഷമോ ആരും എവിടെയും നിൽക്കട്ടെ, നിലമ്പൂരിലെ മതനിരപേക്ഷവാദികൾ ചിന്തിക്കണം, ഏതു ജീവൻ പ്രശ്നങ്ങളുടെ നടുവിലും വർഗീയതയെ പോറലേൽപ്പിക്കാതെ പോക്കറ്റിനുള്ളിൽ പൊതിഞ്ഞു പിടിക്കുന്ന കോൺഗ്രസ് വേണോ, UDF വേണോ, അതോ ഏത് ഘട്ടത്തിലും ഞങ്ങൾ പരാജയപ്പെട്ടാലും വിജയിച്ചാലും വേണ്ടതില്ല, വർഗീയവാദികളുടെ പിന്തുണ കിട്ടിയിട്ട് ഒരു ഗ്രാമപഞ്ചായത്തിലും ഒരു പാർലമെന്റ് സീറ്റിലും ഒരു നിയമസഭയിലും ഞങ്ങൾക്ക് പോകേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി ആയിരിക്കണോ നിലമ്പൂരിനെ പ്രതിദാനം ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ഞാൻ ഡോക്ടർ പ്രേംകുമാറിന് കൂടി ഒരു അവസരം കൊടുത്തോട്ടെ. താങ്കളാണ് നേരത്തെ പറഞ്ഞത് വോട്ട് കച്ചവടത്തിന്റെ ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിയത്. BJP-യുടെ ഇപ്പോഴത്തെ നിലപാട്, അവർ ഈ മത്സരത്തെ നിസ്സാരമായി കാണുന്നതും മത്സരിക്കണോ എന്ന് തന്നെ ആലോചിക്കും എന്ന സന്ദേശം കൊടുക്കുന്നതും വോട്ട് കച്ചവടത്തിൻ്റെ സൂചനയാണോ? ആണെങ്കിൽ അത് എത്രമാത്രം ആശാസ്യമാണ് എന്ന് പറയേണ്ട, ആർക്ക് അനുകൂലമായിരിക്കും എന്നൊരു നിഗമനമാണ് താങ്കൾക്കുള്ളത്. അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പ്രേംകുമാർ പെട്ടെന്ന്.
അല്ല, കേരളത്തില് BJP അവരുടെ വോട്ട് ആർക്കാണ് കച്ചവടം ചെയ്യാറുള്ളത് കാലാകാലങ്ങളിൽ അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. വടകരയിലും ബേപ്പൂരും ഒക്കെ നമ്മൾ കണ്ടിട്ടാണ്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇവിടുത്തെ BJPയുടെ പ്രതിനിധിയോട് പറയാനുള്ളതേ, നിങ്ങൾ PV അൻവറിന്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിണറായി വിജയൻ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം LDF-നെതിരെ സംസാരിച്ചത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനേക്കാളും എന്തുകൊണ്ട് നല്ലത് നരേന്ദ്രമോദിയാണെന്നാണ്. അപ്പം ഇനി PV അൻവറിന് പോകാനുള്ള 2 ഓപ്ഷൻസ്, ഒന്ന് മുസ്ലിം ലീഗും മറ്റൊന്ന് BJP-യുമാണ്. മുസ്ലിം ലീഗുകാരുടെ ചർച്ച ഇന്ന് കഴിഞ്ഞു. ഇനി BJP-ക്കാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ദേവി നിങ്ങൾ ഇലക്ഷനിൽ മത്സരിക്കില്ല എന്നോ PV അൻവർ ശരിയില്ലെന്നോ പറയരുത്. നിങ്ങൾക്കൊരവസരം, നിങ്ങളിൽ ചേരാനുള്ള ഒരു അവസരം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്, അത് വിനിയോഗിക്കണം. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ സംസ്ഥാന പ്രസിഡന്റായി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിലേ ഉള്ളൂ എന്തിനാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നത്. കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ് 30 സീറ്റിൽ ജയിച്ചാൽ ഞങ്ങൾ 71 സീറ്റിൽ ഭൂരിപക്ഷം കിട്ടി ജയിച്ചുകൊള്ളുന്നുള്ളത്. ഇലക്ഷനിൽ വെറുതെ മത്സരിച്ച് മെനക്കെടേണ്ട ആവശ്യമുള്ള, അതിനുശേഷം MLA-മാരെ വാങ്ങുക എന്നുള്ളതാണ് എളുപ്പം എന്നുള്ളത് BJP ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഏതായാലും എല്ലാ ചേരികളിൽ നിന്നും നിരീക്ഷകരിൽ നിന്നും ഒക്കെ ഇതിങ്ങനെ വാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. ജനങ്ങൾ ഇതൊക്കെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും അവരവരുടേതായിട്ടുള്ള നിഗമനത്തിൽ ജനാധിപത്യപരമായി എത്തുകയും നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ മതേതരത്വത്തെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ നിലവാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുകയും വേണമെന്നാണ് ഞങ്ങൾക്ക് അന്തിമവാക്യങ്ങളായിട്ട് പറയാനുള്ളത്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ അതിഥികൾക്കും നന്ദി.